നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേച്ചേരിയിലെ ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെന്ന വ്യാജേന എത്തി 8 പവൻ കവർന്ന സംഭവത്തിൽ ഒരാൾ പോലീസ് പിടിയിൽ. അറസ്റ്റിലായത് തമിഴ്നാട് ഡിണ്ടിഗൽ പച്ചമലയൻ കോട്ടൈ ഗാന്ധിനഗറിൽ സനഫുള്ള. പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി കൂട്ടുപ്രതിക്കായി അന്വേഷണം ഊർജിതം. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിലെ ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. ജൂനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ സീനിയർ വിദ്യാർത്ഥിക്ക് സാരമായി പരിക്ക്. വിവരം മറച്ചുവെക്കാനും ഒതുക്കി തീർക്കാനും സ്കൂൾ അധികൃതർ ശ്രമിച്ചുവെന്ന് പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ കുടുംബം. ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നും വിഷയത്തിൽ കേന്ദ്രത്തെ പഴിക്കുന്ന സമീപനം പരിഹാസ്യമെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം V. മുരളീധരൻ. താഴെത്തട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിട്ട് രാഷ്ട്രീയ നിയമനം നേടിയ വൻകിടക്കാർക്കായി ഖജനാവിലെ പണമൊഴുക്കുകയാണ് സംസ്ഥാന സർക്കാരെന്നും മുരളീധരൻ. തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണം വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്തെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നു. പാറമേക്കാവ് ജംഗ്ഷൻ മുതൽ കല്ലുംപുറം വരെയാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത്. വേലൂർ മണിമലർക്കാവ് ഭരണി ഉത്സവം കേരള ടൂറിസം വകുപ്പ് വെബ്സൈറ്റിൽ ഇടം പിടിച്ചു. നവകേരള യാത്രയ്ക്കിടെ വേലൂരിലെ സാംസ്കാരിക പ്രവർത്തകൻ സുരേഷ് പുതുക്കുളങ്ങര നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. വാർത്തകൾ വിശദമായി. കേച്ചേരിയിലെ ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെന്ന വ്യാജേന എത്തി 8 പവൻ കവർന്ന സംഭവത്തിൽ ഒരാൾ പോലീസിന്റെ പിടിയിലായി. തമിഴ്നാട് ഡിണ്ടിഗൽ പച്ചമലയൻ കോട്ടൈ ഗാന്ധിനഗറിൽ 45 വയസ്സുള്ള സനഫുള്ളയാണ് പിടിയിലായത്. കഴിഞ്ഞ നവംബർ 11-നാണ് കേച്ചേരി വടക്കാഞ്ചേരി റോഡിലുള്ള പേൾ ജ്വല്ലറിയിൽ മോഷണം നടന്നത്. മോതിരം വാങ്ങാനെന്ന വ്യാജേനയാണ് 2 പേർ ജ്വല്ലറിയിലെത്തിയത്. ജ്വല്ലറിയിലെ ജീവനക്കാരൻ മോതിരം കാണിച്ചു കൊടുക്കുന്നതിനിടെ സമീപത്തുണ്ടായിരുന്ന കമ്മലുകളും ഏലസുകളും അടങ്ങിയ പെട്ടിയിൽ നിന്ന് ആഭരണങ്ങൾ എടുത്ത് പോക്കറ്റിലിടുകയായിരുന്നു. മോതിരം വാങ്ങി പണം നൽകി ഇരുവരും സ്ഥലം വിടുകയും ചെയ്തു. കട അടയ്ക്കുന്നതിന് മുൻപായി സ്റ്റോക്ക് പരിശോധന നടത്തിയപ്പോഴാണ് സ്വർണം നഷ്ടപ്പെട്ട വിവരം മനസ്സിലാക്കിയത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ മോഷണം നടന്നതായി വ്യക്തമാവുകയും ചെയ്തു. തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ നിലവിൽ പിടിയിലായ പ്രതിയെ തിരിച്ചറിഞ്ഞു. കോട്ടയം മേഖലയിലെ ജ്വല്ലറികളിൽ നിന്നും ഇയാൾ മോഷണം നടത്തിയതായും വ്യക്തമായി. ഇതേ തുടർന്നുള്ള അന്വേഷണത്തിനൊടുവിൽ തമിഴ്നാട്ടിൽ നടന്ന കേസിൽ ഇയാൾ അറസ്റ്റിലായ വിവരം അറിയുന്നത്. തുടർന്ന് കുന്നംകുളം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയുമായി മോഷണം നടന്ന ജ്വല്ലറിയിലെത്തി തെളിവെടുപ്പ് നടത്തി. സ്ഥാപനത്തിലെ ജീവനക്കാരൻ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന പ്രതിക്ക് വേണ്ടിയുള്ള പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിലെ ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. ജൂനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ സീനിയർ വിദ്യാർത്ഥിക്ക് സാരമായി പരിക്കേറ്റു. 19-ാം തീയതി രാത്രിയായിരുന്നു സംഭവം. പരിക്കേറ്റ +2 വിദ്യാർത്ഥിയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം പോലീസ് വിദ്യാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തി. ഇതിനിടെ ആക്രമിച്ച വിദ്യാർത്ഥികളുടെ വാട്സ്ആപ്പ് കൊലവിളി സന്ദേശവും പുറത്തുവന്നു. സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെ പരിക്കേറ്റ കുട്ടിയുടെ വീട്ടുകാർ രംഗത്ത് വന്നു. വിവരം മറച്ചുവെക്കാനും ഒതുക്കി തീർക്കാനുമാണ് സ്കൂൾ അധികൃതർ ശ്രമിച്ചതെന്ന് വീട്ടുകാർ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും വിഷയത്തിൽ കേന്ദ്രത്തെ പഴിക്കുന്ന സമീപനം പരിഹാസ്യമെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം V. മുരളീധരൻ. തൃശൂരിൽ BJP ഓഫീസിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സമരം ചെയ്യുന്ന ആശാവർക്കർമാരോടുള്ള നിഷേധാത്മക സമീപനം കേരള സർക്കാർ അവസാനിപ്പിക്കണം. പാവപ്പെട്ട സ്ത്രീകൾ തെരുവിൽ സമരം ചെയ്യുമ്പോൾ PSC അംഗങ്ങൾക്കും KV തോമസിനുമെല്ലാം ലക്ഷങ്ങൾ കൂട്ടിക്കൊടുക്കുന്നതിലൂടെ ആശാവർക്കർമാരെ അപമാനിക്കുകയാണ് LDF സർക്കാർ. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെയല്ല, നാട്ടിലെ വരേണ്യവർഗത്തിന്റെ പാർട്ടിയാണ് എന്ന് തെളിയിക്കുകയാണ് CPM. കോവിഡ് കാലത്ത് ആശാവർക്കർമാർ നടത്തിയ ഇടപെടലാണ് ഭരണ തുടർച്ച ഉറപ്പാക്കിയതെന്ന വസ്തുതയെങ്കിലും മുഖ്യമന്ത്രി ഓർമ്മിക്കണമായിരുന്നുവെന്നും മുൻ കേന്ദ്രമന്ത്രി തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ചുമതലകൾക്കപ്പുറത്ത് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള നിരവധി ചുമതലകൾ, ഏതാണ്ട് 30ഓളം ജോലികൾ. ആ 30ഓളം ജോലികൾ സംസ്ഥാനത്തെ ആശാവർക്കർമാർ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഇൻസെന്റീവ് അവർക്ക് കൊടുക്കണം. കേന്ദ്ര സർക്കാരിന്റെ സ്കീമുകൾ, ഈ പറഞ്ഞ 2000 പറഞ്ഞല്ലോ, ഈ 2000-ന് കേന്ദ്ര സർക്കാരിന്റെ വിവിധ സ്കീമുകൾ, ആ സ്കീമുകളിൽ അവർക്ക് കിട്ടുന്ന ഇൻസെന്റീവ് എത്രയാണെന്നും പാർലമെന്റിലെ ചോദ്യത്തിന് മറുപടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിവിധ സ്കീമുകൾ ഈ 2000 ഫിക്സഡ് ആണ്, അതിന് പുറമെയാണ് സ്കീമുകൾ. അപ്പോൾ കേരള സർക്കാരിന്റെ വിവിധ പദ്ധതികൾ, വിവിധ ചുമതലകൾ, ആ ചുമതലകൾ നിറവേറ്റുന്നതിനനുസരിച്ചിട്ട് അവർക്ക്
അർഹമായിട്ടുള്ള പ്രതിഫലം അല്ലെങ്കിൽ ഓണറേറിയം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിൻ്റെതാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ അവർക്ക് കഴിയാതിരിക്കുമ്പോൾ സാമ്പത്തിക ഭാരമാണ് കേരളത്തിന്റെ പ്രശ്നമെങ്കിൽ 100 കോടി രൂപ വണ്ടി വാങ്ങാൻ എന്തിനാ മാറ്റിവെക്കുന്നത്? 100 കോടി. ആശാവർക്കർമാരുടെ സമരത്തിലും പതിവ് പോലെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനാണ് സംസ്ഥാന സർക്കാർ നീക്കം. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ 2023-24 189.15 കോടിയും 2024-25 815.73 കോടിയും കേരളത്തിന് കേന്ദ്രം കൊടുത്തു കഴിഞ്ഞതാണ്. ഇനി എത്ര ഫണ്ട് കിട്ടാനുണ്ടെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കണമെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു. ക്ഷേമ പെൻഷൻ കുടിശ്ശിക മുതൽ ആശാവർക്കർമാരുടെ ഹോണറേറിയം വരെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ പഴിചാരുന്നത് പരിഹാസ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറ്റവും ദുരിതമനുഭവിക്കുന്നവരെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിട്ട് രാഷ്ട്രീയ നിയമനം നേടിയ വൻകിടർക്കായി ഖജനാവിലെ പണമൊഴുക്കുന്ന സമീപനം പിണറായി വിജയൻ അവസാനിപ്പിക്കണമെന്നും വി മുരളീധരൻ പറഞ്ഞു. വീടിന് മുന്നിൽ നിർത്തിയിട്ട ബൈക്ക് കത്തിച്ച സംഭവത്തിൽ പ്രതിയെ പെരുമ്പടപ്പ് പോലീസ് പിടികൂടി. പുറങ്ങ് മുസ്ലിം വീട്ടിൽ തറയിൽ മുഹമ്മദ് നിഹാദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പനമ്പാട് വെസ്റ്റ് മഠത്തിൽ സ്കൂളിന് സമീപം ചിറ്റാറയിൽ നൌഷാദിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കാണ് കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ കത്തിച്ചത്. സംഭവത്തിൽ പ്രതിയായ നിഹാദ് യൂട്യൂബ് നോക്കി കണ്ടുപിടിച്ചാണ് ബൈക്ക് കത്തിച്ചത്. സ്ഫോടനം നടത്താൻ വേണ്ടി പെട്രോൾ വാങ്ങി വന്ന പ്രതി നൌഷാദിന്റെ വീട്ടിൽ ഗുണ്ടിൽ ചന്ദനത്തിരി കത്തിച്ച് പൊട്ടിക്കുകയായിരുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം സ്ഫോടനം നടക്കുകയും വണ്ടി കത്തുകയും ചെയ്തു. പെരുമ്പടപ്പ് CI ബിജു CVയുടെ നേതൃത്വത്തിലുള്ള CPMമാരായ വിഷ്ണു നാരായണൻ, ഉദയൻ, അരുൺനാഥ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണം വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്തെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നു. EKK കൺസ്ട്രക്ഷൻ ഗ്രൂപ്പാണ് നിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുത്ത് നടത്തുന്നത്. റീബിൽഡ് കേരളയുടെ ഭാഗമായാണ് റോഡ് പുനർനിർമ്മിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ KSTP വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. തൃശൂർ ജില്ലയിലെ പാർമേക്കാവ് ജംഗ്ഷൻ മുതൽ കല്ലുംപുറം വരെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തൃശൂർ, വടക്കാഞ്ചേരി, മണലൂർ, കുന്നംകുളം നിയോജക മണ്ഡലങ്ങളിലൂടെ 33.243 കിലോമീറ്ററാണ് പാത കടന്നുപോകുന്നത്. വെള്ളം കയറി കൂടുതൽ തകരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കോൺക്രീറ്റും മറ്റിടങ്ങളിൽ ബിറ്റുമിൻ മെക്കാഡം ടാറിങ്ങുമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി 3 ചെറുപാലങ്ങളും 28 കൾവർട്ടുകളുമാണ് പുനർനിർമ്മിക്കുക. ഇതോടൊപ്പം 20 കിലോമീറ്റർ കാനകളും 25 കിലോമീറ്റർ ഫുട്പാത്തും 19 ജംഗ്ഷനുകളിലും ജനവാസ കേന്ദ്രങ്ങളിലും ബസ് ഷെൽട്ടറുകളും നിർമ്മിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. കൂടുതലായി റോഡ് തകർന്ന മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്തെ വീതി കുറവുള്ള 5 കൾവർട്ടുകൾ പൊളിച്ച് പുതിയവ നിർമ്മിക്കും. ഇതിന്റെ ഭാഗമായി ഇരുവശത്തും കരിങ്കൽ കെട്ടി കാനകൾ നിർമ്മിച്ച് കൾവർട്ടുകളുമായി ബന്ധപ്പെടുത്തും. റോഡ് വികസനത്തിന് തടസ്സമായ പാറന്നൂർ പാടത്തെ മരങ്ങൾ മുറിച്ചു നീക്കുന്ന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. വൈദ്യുതി കമ്പികൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ KSEB അധികൃതരുമായി കരാർ കമ്പനിക്കാർ ധാരണയിലെത്തിയിട്ടുണ്ട്. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി തൃശൂരിൽ നിന്നും വരുന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ ഉൾപ്പെടെ കേച്ചേരിയിൽ നിന്നും തിരിഞ്ഞ് ആളൂർ, മറ്റം, കൂനമൂച്ചി വഴിയാണ് കുന്നംകുളത്തെത്തുന്നത്. കുരഞ്ഞൂരിൽ 9 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി മധ്യവയസ്കനെ പിടികൂടി. കോഴിപ്പുറത്ത് വീട്ടിൽ 54 വയസ്സുള്ള അരവിന്ദനെയാണ് ചാവക്കാട് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കുരഞ്ഞൂർ സെന്ററിൽ അനധികൃതമായി മദ്യം വിൽപ്പന നടത്തുന്നുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി ഇയാൾ അറസ്റ്റിലാവുകയായിരുന്നു. 500 മില്ലി ലിറ്റർ വീതമുള്ള 18 കുപ്പികൾ പിടിച്ചെടുത്തു. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ CJ റിൻഡോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പിന്നീട് റിമാൻഡ് ചെയ്തു. ഹൈസ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ ബസ് സ്റ്റാൻഡിൽ വെച്ച് ലൈംഗിക അതിക്രമം കാണിച്ച 46-കാരന് 3 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും വിധിച്ച് കുന്നംകുളം പോക്സോ കോടതി. തിപ്പലശ്ശേരി സ്വദേശി പുളിക്കൽ ബിജുവിനെയാണ് കുന്നംകുളം പോക്സോ ജഡ്ജ് S. ലിഷ ശിക്ഷിച്ചത്. 2023 മാർച്ച് 3-നാണ് സംഭവം. സ്കൂൾ വിട്ട് വൈകിട്ട് 6:25 കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ ബസ് എത്തിയ സമയം ബസ്സിനകത്ത് വെച്ച് വിദ്യാർത്ഥിനിയോട് പ്രതി ലൈംഗികാതിക്രമം നടത്തിയതിനെ തുടർന്ന് വിദ്യാർത്ഥിനി പ്രതികരിച്ചിരുന്നു. തുടർന്ന് ബസ്സിൽ നിന്നിറങ്ങി സ്റ്റാൻഡിലൂടെ നടന്നു പോവുകയായിരുന്ന പ്രതിയെ വിദ്യാർത്ഥിനി പിന്തുടർന്ന് മൊബൈലിൽ ഫോട്ടോ പകർത്തി സ്റ്റാൻഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസിനെ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് വിദ്യാർത്ഥിനി പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് 3 വർഷം കഠിന തടവിനും 20,000 രൂപ ശിക്ഷയും വിധിച്ചത്. വിദ്യാർത്ഥിനിയുടെ പരാതിയെ തുടർന്ന് കേസെടുത്ത് ആദ്യ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് കുന്നംകുളം സബ് ഇൻസ്പെക്ടറായിരുന്ന U. മഹേഷ് ആയിരുന്നു. പിന്നീട് കൂടുതൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ MV ജോർജുമാണ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയും പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനായി ഗ്രേഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ M. ഗീതയും പ്രവർത്തിച്ചു.
CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസന്റെ ഭാര്യ മാതാവ് ഗുരുവായൂർ കൊള്ളന്നൂർ വീട്ടിൽ പരേതനായ ജെയിംസ് ഭാര്യ മേരി നിര്യാതയായി. 88 വയസ്സായിരുന്നു. ഒല്ലൂർ കണ്ണമ്പുഴ ഉക്രാൻ കുടുംബാംഗമാണ്. റിട്ടയർഡ് സുബേദാർ മേജറായിരുന്ന ഭർത്താവ് ജെയിംസ് കഴിഞ്ഞ മാസം 23-നാണ് നിര്യാതനായത്. ഒരു മാസം തികയും മുൻപേ സഹധർമ്മിണി മേരിയും യാത്രയായി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇരുവരും നിര്യാതരായത്. മേരിയുടെ ഭൗതിക ശരീരം കൂനമൂച്ചിയിലുള്ള മകൾ റോസ് ജോൺസന്റെ വസതിയിലെത്തിച്ചു. സംസ്കാരം പിന്നീട് നടക്കും. ലിസി റോസ് റിട്ടയർഡ് അധ്യാപികയായ മെജോര എന്നിവർ മക്കളാണ്. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജ് റിട്ടയർഡ് സീനിയർ സൂപ്രണ്ട് ആന്റണി കുറ്റിക്കാട്ട്, CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, കൊച്ചിൻ നേവൽ ബേസ് ഉദ്യോഗസ്ഥനായ ജോൺസൺ ആളൂക്കാരൻ എന്നിവർ മരുമക്കളാണ്. ഫെബ്രുവരി 27 നടക്കുന്ന കേരള തീരദേശ ഹർത്താലിന്റെ ഭാഗമായി ചാവക്കാട് മേഖല ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കടപ്പുറം ജുമൈറ ബീച്ചിൽ നടന്ന കൺവെൻഷൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി KD വീരമണി ഉദ്ഘാടനം ചെയ്തു. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് TM ഹനീഫ, AATUC മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രതിനിധി AV ഷംസുദ്ദീൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്രൻ മരക്കാൻ, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ STU ദേശീയ ജനറൽ സെക്രട്ടറി PA ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം എരുമപ്പെട്ടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ മുഖ്യാതിഥിയായി. സാമൂഹിക ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ AK ടോണി, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പുഷ്പ രാധാകൃഷ്ണൻ, മെമ്പർ MM സലീം, പഞ്ചായത്ത് മെമ്പർമാരായ MK ജോസ്, MC ഐജു, സതി മണികണ്ഠൻ, സുധീഷ് പറമ്പിൽ, ജില്ലാ RHM ഓഫീസർ ഡോക്ടർ VK മിനി, MS ശ്രീജ, PA സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ബ്രാൻഡിങ്ങിന്റെ പേരുണ്ട്. നമ്മുടെ സർക്കാർ ആശുപത്രികളൊക്കെ സർക്കാർ ആശുപത്രികളായിട്ടാണ്. സർക്കാർ ആശുപത്രികളെ ബ്രാൻഡ് ചെയ്യണം. ആ ബ്രാൻഡ് ചെയ്യുമ്പോൾ പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പോൾ അതിലെന്തായാലും സ്വത്തുനിൽപ്പ് കയറാനുണ്ട്. അതിന്റെ ഭാഗമായി ശ്വാസം എല്ലാം നിങ്ങളുടെ വിൽക്കുന്നതല്ല, നിങ്ങളെല്ലാം ശ്രമിക്കുന്നതല്ല, പ്ലാൻ പഠനങ്ങൾ നിങ്ങൾ വിൽക്കുന്നതല്ല. ഇത് ഇവിടെ മാത്രമല്ല, അംഗൻവാടിയിലേക്ക് വരിക, അവിടെ ഒരു ഫോട്ടോ വയ്ക്കാൻ, നമ്മുടെ വീട് പണിതാൽ ആ വീട്ടിലൊരു ഫോട്ടോ വയ്ക്കാൻ, ആരുടെയെങ്കിലും ഫോട്ടോ അല്ല, ദൈവത്തിന്റെ ഫോട്ടോ അല്ല. അതൊക്കെ നിർബന്ധിക്കുന്നതിനാണ്. നമ്മളൊരു വീട്ടിൽ അഭിമാനത്തോടു കൂടി പഞ്ചായത്ത് തുറന്നതാണെങ്കിലും കേരളത്തിന്റെ സർക്കാർ വക എന്ന വീടിന്റെ മുന്നിൽ എഴുതി നമ്മുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ്. കേച്ചേരി പീപ്പിൾസ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ 21ാം വാർഷികവും വിവിധ സഹായ പദ്ധതികളുടെ വിതരണോദ്ഘാടനവും സൗജന്യ കണ്ണ് പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേച്ചേരി ജ്ഞാനപ്രകാശിനി UP സ്കൂളിൽ നടക്കുന്ന ചടങ്ങ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്യും. മാതാപിതാക്കളെ ആദരിക്കൽ ചടങ്ങ് മുൻ പുഴയ്ക്കൽ ബ്ലോക്ക് പ്രസിഡന്റ് CV കുര്യാക്കോസും പഞ്ചായത്തിലെ മുൻകാല അധ്യാപകരെ ആദരിക്കൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാറും നിർവഹിക്കും. ഭിന്നശേഷി സഹായം, വാഴത്തൈ, ചികിത്സാ ധനസഹായം എന്നിവ വിതരണം ചെയ്യും. കേച്ചേരിയിലെ ജനകീയ ഡോക്ടർ MM ഹനീഫയുടെ വേർപാടിൽ അനുസ്മരണവുമുണ്ടാകും. ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ജ്ഞാനപ്രകാശിനി സ്കൂളിൽ സൗജന്യ കണ്ണു പരിശോധനയും തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും നടത്തും. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായ വിശപ്പുരഹിത കേച്ചേരിയുടെ ഭാഗമായി സൗജന്യ ഉച്ചഭക്ഷണം ലഭ്യമാക്കുന്ന പദ്ധതി ഫെബ്രുവരി 26 ബുധനാഴ്ച മുതൽ ആരംഭിക്കും. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ കവിതാ തിയേറ്റർ പരിസരത്തുള്ള സൊസൈറ്റി ഓഫീസിൽ നിന്നും ടോക്കൺ ലഭ്യമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പീപ്പിൾസ് സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് നസീർ കേച്ചേരി, സെക്രട്ടറി RV അബ്ദുൾ മാലിക്, ട്രഷറർ സീതാകുമാരൻ, പത്മജ ബാലകൃഷ്ണൻ, ഇബ്രാഹിം, സജന സലാം എന്നിവർ പങ്കെടുത്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ച വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ, ലീന ശ്രീകുമാർ, EV പ്രബീഷ്, ചെറുപുഷ്പം ജോണി, ശില്പ ഷിജു, ഗ്രേസി ജേക്കബ്, PRO ടിൻഡുമോൾ, സാമൂഹികാരോഗ്യ കേന്ദ്രം ജീവനക്കാർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കിച്ചിറ്റണ്ട ജ്ഞാനോദയം UP സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാ ദിനാഘോഷവും യാത്രയപ്പ് സമ്മേളനവും സംയുക്തമായി നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KK ജേക്കബ് അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ
PP ലാലി, KA ലിൻസി എന്നിവരുടെ ചിത്രം എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അനാച്ഛാദനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, സീനിയർ അധ്യാപിക VP പ്രിയ, SRG കൺവീനർ ലിജിത എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരിക്കാൻ വേണ്ടിയുള്ള യോഗം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിൽ 10ഓളം വ്യത്യസ്ത ബാച്ചുകളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ നിലവിലുണ്ട്. എന്നാൽ പൊതുവായ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞായറാഴ്ച യോഗം ചേരുക. നേരത്തെ ഒരു സംഘടന രൂപീകരിച്ചുവെങ്കിലും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടുതൽ ജനകീയ പങ്കാളിത്തത്തോടെ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ വേണ്ടിയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണിയും PTA കമ്മിറ്റിയും SMCയും മുൻകൈയെടുത്ത് യോഗം വിളിച്ചത്. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, PTA പ്രസിഡന്റ് NR അജിത് പ്രസാദ്, മദർ PTA പ്രസിഡന്റ് സ്വപ്ന സന്തോഷ്, പ്രധാന അധ്യാപകൻ KP വാസുദേവൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് CV ഷിജു എന്നിവർ പങ്കെടുത്തു. വേലൂർ മണിമാർക്കാവ് ഭരണി ഉത്സവം കേരള ടൂറിസം വകുപ്പ് വെബ്സൈറ്റിൽ ഇടം പിടിച്ചു. നവകേരള യാത്രയ്ക്കിടെ വേലൂരിലെ സാംസ്കാരിക പ്രവർത്തകൻ സുരേഷ് പുതുക്കുളങ്ങര നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. 18 കാവുകളിൽ ഒന്നായ വേലൂർ മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രോത്സവം കുതിരവേലകൾ കൊണ്ടും നാടൻ കലാരൂപം കൊണ്ടും സമ്പന്നമാണ്. 1956 നടത്തിയ വേലൂർ മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരം കേരള ചരിത്രത്തിൽ ഇടം നേടിയതാണ്. കേരളത്തിലെ സവർണ മേധാവിത്വത്തിനും ദുരാചാരങ്ങൾക്കുമെതിരെ നടന്ന പോരാട്ടങ്ങളുടെ പട്ടികയിലൊന്നാണ് വേലൂർ മാറുമറയ്ക്കൽ സമരം. ഭഗവതി ക്ഷേത്രത്തിലെ കുതിരവേലയോടനുബന്ധിച്ച് നടത്തുന്ന അരിത്താലത്തിന് പങ്കെടുക്കുന്ന സ്ത്രീകൾ മാറുമറയ്ക്കാൻ പാടില്ല എന്നായിരുന്നു ആചാരം. ഇതിനെതിരായാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ നേതൃത്വത്തിൽ പോരാട്ടം നടത്തി വിജയിച്ചത്. മാറുമറയ്ക്കൽ സമരത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ പരാമർശമുണ്ട്. നവകേരള യാത്രയോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ വേലൂരിലെ സാംസ്കാരിക പ്രവർത്തകൻ സുരേഷ് പുതുക്കുളങ്ങര കൊടുത്ത നിവേദനത്തിലാണ് ടൂറിസം വകുപ്പ് വെബ്സൈറ്റിൽ ഇടം പിടിച്ചത്. ക്ലാസിക്കൽ കലാരൂപങ്ങൾ, നിറപ്പകിട്ടാർന്ന ഉത്സവങ്ങൾ തുടങ്ങി വിവിധതരം പരിപാടികൾ കൊണ്ട് സമ്പന്നമായ കേരളത്തിന്റെ ടൂറിസം വെബ്സൈറ്റിൽ വേലൂരും സ്ഥാനം പിടിച്ചത് വേലൂരിലെ ജനങ്ങൾ അഭിമാനപൂർവ്വം സ്മരിക്കുകയാണ്. പഴഞ്ഞി പെരുന്തുരുത്തി എയ്ഡഡ് സ്കൂളിന്റെ 115ാം വാർഷികം ആഘോഷിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. മാനേജ്മെന്റ് സെക്രട്ടറി ഷാജി ജോർജ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി. സ്മിത ചാക്കോ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് ജ്യോതി, KJ സോഫിയ, സ്കൂൾ ലീഡർ TF ഫൈസ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ അരങ്ങേറി. പുന്നൂർക്കുളം പഞ്ചായത്ത് 4-12 വാർഡുകൾ സംയുക്തമായി അഗ്രി ക്ലിനിക്ക് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ ഉദ്ഘാടനം ചെയ്തു. 4ാം വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ബിന്ദു ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ഡോക്ടർ തേരസ അലക്സ് പദ്ധതി വിശദീകരണം നടത്തി. കൃഷി അസിസ്റ്റന്റ് ശില്പ, മുഹമ്മദ് നൌഫൽ, M മേഘന, CDS ചെയർപേഴ്സൺ ഗിരിജ രാജൻ, കർഷകർ എന്നിവർ പങ്കെടുത്തു. അഗ്രി ക്ലിനിക്കിന്റെ ഭാഗമായി കൃഷിക്കാരുമായി ആശയവിനിമയം നടത്തുകയും 12ാം വാർഡിലെ KM സക്കീറിന്റെ കൃഷിയിടം സന്ദർശിക്കുകയും വിവിധ കാർഷിക രീതികളെപ്പറ്റി ചർച്ച നടത്തുകയും ചെയ്തു. എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ഹൃദ്രോഗം മൂലം അബുദാബിയിൽ നിര്യാതനായി. കേച്ചേരി പട്ടിക്കര അല്ലമിൻ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം മണ്ണാറയിൽ മുസ്തഫ മകൻ 33 വയസ്സുള്ള മിഷാലാണ് മരിച്ചത്. ലൈല മാതാവും ഹസ്ന ഭാര്യയുമാണ്. മേൽനടപടികൾക്ക് ശേഷം കബറടക്കം പട്ടിക്കര തടത്തിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. പെരുമ്പിലാവ് അൻസാർ വുമൻസ് കോളേജിൽ രസതന്ത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വാട്ടർ ക്വാളിറ്റി അനാലിസിസ് ശില്പശാല സംഘടിപ്പിച്ചു. ഇറിഗേഷൻ വിഭാഗം റിട്ടയർഡ് ഓഫീസർ ജൌഹർ മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രിൻസിപ്പൽ TA ആരിഫ് അധ്യക്ഷനായി. സുജിത പരിശീലനത്തിന് നേതൃത്വം നൽകി. രസതന്ത്ര വിഭാഗം മേധാവി K ഡ്രീമി സാമു, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഉമേറ T, ഹാദിയ ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ ലോക മാതൃഭാഷാ ദിനാചരണം സംഘടിപ്പിച്ചു. മാതൃഭാഷ മനസ്സിന്റെ ഭാഷ എന്ന വിഷയത്തിൽ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാതൃഭാഷാ അധ്യാപകൻ AD ആൻഡു മാസ്റ്റർ പ്രഭാഷണം നടത്തി. ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC,
നേതൃത്വത്തിൽ നടത്തിയ ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി അധ്യക്ഷത വഹിച്ചു. മലയാളം അധ്യാപിക P റോസ്മേരി ജോർജ് സ്വാഗതവും കോളേജ് യൂണിയൻ ചെയർമാൻ അർണോൾഡ് സ്റ്റാലിൻ M ശലമോൻ നന്ദിയും പറഞ്ഞു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8405 രൂപ, സ്വർണം പവന് 64,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 107 രൂപ. ചരമം തോളൂർ ഗ്രാമത്തിലെ മുത്തശ്ശി യാത്രയായി. പറപ്പൂര് ചിറ്റിലപ്പള്ളി കുന്നത്ത് പുറിഞ്ചുണ്ണി ഭാര്യ അന്നമ്മയാണ് മരിച്ചത്. 102 വയസ്സായിരുന്നു. സംസ്കാരം പറപ്പൂർ സെന്റ് ജോൺസ് നെബിംസാൻ ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടന്നു. അന്തോണി, ജോസ്, പോൾ, ലോനപ്പൻ, പത്രോസ്, കൊച്ചുമേരി, പരേതനായ ഫ്രാൻസിസ് എന്നിവർ മക്കളാണ്. പഴഞ്ഞാരുവായി പനക്കൽ രാജൻ ഭാര്യ സാറാമ നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. സാജൻ, ഷാജൻ എന്നിവർ മക്കളാണ്. വടക്കേക്കാട് മണികണ്ഠേശ്വരം പരേതനായ തെക്കേപ്പാട്ടയിൽ അവുണ്ണി ഹാജി ഭാര്യ ഐസുമ നിര്യാതയായി. 95 വയസ്സായിരുന്നു. ഖബറടക്കം കല്ലൂർ പള്ളി ഖബർസ്ഥാനിൽ നടക്കും. മുഹമ്മദ് ഹാജി, അബ്ദുൽ ഖാദർ ഹാജി, ഹൈദർ അലി, ഷംസുദ്ദീൻ, ഫാത്തിമ, സുബൈദ, നഫീസുമ, സുഹറ, റംല എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കേച്ചേരിയിൽ ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെത്തി എന്ന വ്യാജേന 8 പവൻ കവർന്ന സംഭവത്തിൽ ഒരാൾ പോലീസ് പിടിയിൽ. അറസ്റ്റിലായത് തമിഴ്നാട് ഡിണ്ടിഗൽ പച്ചമലയൻ കോട്ടൈ ഗാന്ധിനഗറിൽ സനഫുള്ള. പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. കൂട്ടുപ്രതിക്കായി അന്വേഷണം ഊർജിതം. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിലെ ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. ജൂനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ സീനിയർ വിദ്യാർത്ഥിക്ക് സാരമായി പരിക്ക്. വിവരം മറച്ചുവെക്കാനും ഒതുക്കി തീർക്കാനുമാണ് സ്കൂൾ അധികൃതർ ശ്രമിച്ചതെന്ന് പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ കുടുംബം. ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും വിഷയത്തിൽ കേന്ദ്രത്തെ പഴിക്കുന്ന സമീപനം പരിഹാസ്യമെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം V മുരളീധരൻ. താഴെത്തട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിട്ട് രാഷ്ട്രീയ നിയമനം നേടിയ വൻകിടക്കാർക്കായി ഖജനാവിലെ പണം ഒഴുക്കുകയാണ് സംസ്ഥാന സർക്കാരെന്നും മുരളീധരൻ. തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണം മഴവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തികൾ ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നു. പാറമേക്കാവ് ജംഗ്ഷൻ മുതൽ കല്ലുംപുറം വരെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. വേലൂർ മണിമലർക്കാവ് ഭരണി ഉത്സവം കേരള ടൂറിസം വകുപ്പ് വെബ്സൈറ്റിൽ ഇടം പിടിച്ചു. നവകേരള യാത്രയ്ക്കിടെ വേലൂരിലെ സാംസ്കാരിക പ്രവർത്തകൻ സുരേഷ് പുതുക്കുളങ്ങര നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.